വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. പ്രിയമുള്ളവരെ, 3 വർഷങ്ങൾക്ക് മുമ്പ് പെരുവയൽ സെൻറ്റ് സേവേഴ്സ് ദേവാലയത്തിൽ വികാരിയായി സേവനം ചെയ്യുമ്പം അവിടെ വെച്ചുണ്ടായൊരു സംഭവം ഞാൻ പറയാം. എല്ലാ തിങ്കളാഴ്ചകളിലും DSS പ്രൊവിൻഷ്യൽ ഹൗസിൽ കുർബാനയ്ക്കായിട്ട് പോകണം. ഈ കുർബാനയ്ക്ക് കൊണ്ടുപോകാനായിട്ട് വരുന്നത് അവിടെയുള്ള ഡ്രൈവറാണ്, ബിജു എന്ന് പറയുന്ന ഡ്രൈവർ. അപ്പോൾ അദ്ദേഹം എന്നെ വണ്ടിയിൽ കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, നെറ്റിയിൽ കുരിശ് വരച്ച് മുദ്ര വെക്കുമായിരുന്നു. മാത്രമല്ല വണ്ടിയുടെ സ്റ്റിയറിങ്ങിലും ഒക്കെ അദ്ദേഹം കുരിശടയാളം വരയ്ക്കും. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, കഴിഞ്ഞ 15 വർഷമായി അദ്ദേഹം ഡ്രൈവർ ആയിട്ട് സേവനം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വണ്ടിയുമായിട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം ഈ വണ്ടി സ്റ്റാർട്ട് എടുക്കുന്നതിന് മുമ്പ് കുരിശടയാളം വരച്ച് വണ്ടിയെയും തന്നെയും ദൈവത്തിന് സമർപ്പിക്കുമായിരുന്നു. ആ ഒരു വിശ്വാസം, ആ ഒരു പ്രവൃത്തി ഇന്നുവരെ ഒരു അപകടവും അദ്ദേഹത്തിന് വരാനായിട്ട് ഇടയായിട്ടില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം, യേശു കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ആ ചെറുപ്പക്കാരനായ ഡ്രൈവറെ ആത്മവിശ്വാസത്തോടുകൂടെ ജോലി ചെയ്യാനായിട്ട് സഹായിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 13ാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമാണ് ഇന്ന് വിചിന്തനത്തിനായിട്ട് എടുക്കുന്നത്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ 2 അത്ഭുതങ്ങളാണ് നമ്മൾ അതിനകത്ത് കാണുക. ഒന്ന്, 12 വർഷമായി രക്തസ്രാവം പിടിപെട്ട ഒരു സ്ത്രീ ഈശോയുടെ വസ്ത്രവിളുമ്പിൽ സ്പർശിച്ച് സൗഖ്യം നേടുന്നു. രണ്ടാമതായി, സിനഗോഗ അധികാരിയായിട്ടുള്ള ജായറോസിൻ്റെ കൊച്ചുമകൾ യേശു വഴി മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ ആഗോളമായി ചിന്തിക്കുമ്പം, മൊത്തത്തിൽ ധ്യാനിക്കുമ്പോൾ 3 ചിന്തകളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, യേശു ഒരുവൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ വശങ്ങളിലൂടെയോ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ സഞ്ചരിച്ചാൽ അവനിൽ വലിയ മാറ്റം വരാൻ കാരണമായിട്ട് മാറും. രണ്ടാമതായി, ഏതൊരു അത്ഭുതത്തിൻ്റെ പിന്നിലും യേശുവിൻ്റെ പരിധികളില്ലാത്ത ദയ, കാരുണ്യം ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായി, ഒരുവൻ യേശുവിനെ സ്പർശിച്ചാലും അല്ലെങ്കിൽ യേശു ഒരുവനെ സ്പർശിച്ചാലും അവനിൽ സംഭവിക്കുന്നത് ഒരു അത്ഭുതമാണ്. ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കുമ്പം ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഈശോയുടെ പരിധികളില്ലാത്ത ദയയാണ്. അവർ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ഈ ലോകത്തിൽ ഈശോയെ നീയല്ലാതെ വേറെ ആരും ഞങ്ങളെ രക്ഷിക്കാനായിട്ടില്ല. ഈ ഒരു മനോഭാവത്തോടുകൂടെ രക്തസ്രാവക്കാരിയായ സ്ത്രീയും അതുപോലെ തന്നെ ജായറോസ് എന്ന് പറയുന്ന സിനഗോഗ അധികാരിയും ഈശോയെ സമീപിച്ചപ്പോൾ ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഈ ഒരു മനോഭാവം ആവശ്യമാണ്. ഈ ലോകത്തിൽ വേറെ ആരും എന്നെ സഹായിക്കാനില്ല, ഈശോയെ നീ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ സമീപിക്കുമ്പോൾ, കൂദാശകളിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ, വചനം നമ്മൾ വിചിന്തനം നടത്തുമ്പോൾ അവിടെയെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് കാരണമായിട്ട് മാറുകയാണ്. നമ്മൾ ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്, ഈ 12 വർഷമായി രക്തസ്രാവം പിടിപെട്ട സ്ത്രീയും അതുപോലെ തന്നെ സിനഗോഗ അധികാരിയായ ജായറോസും അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും നിരാശപ്പെട്ടില്ല എന്നുള്ളതാണ്. അവർ പ്രശ്നമുണ്ടായപ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ നിരാശപ്പെടാതെ ഈശോയിൽ ശരണപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഈ ആധുനിക കാലത്തിൽ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നമ്മളതിനെ 3 വിധത്തിലാണ് കൈകാര്യം ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനി രക്ഷയില്ല, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഞെരുക്കം കടന്നു വന്നാൽ, ഒരു രോഗപീഠ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ ചിന്തിക്കും ഇനി രക്ഷയില്ല, ഇതോടെ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട്
അവർ പതറിയും കുതറിയും നിരാശപ്പെട്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകും. രണ്ടാമത്തെ വ്യക്തികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യാശയോടെ അവരായിരിക്കും എന്നുള്ളതാണ്. അതായത് എപ്പോഴെങ്കിലും ശരിയാവും, അല്ലെങ്കിൽ ശരിയാകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് അവരിങ്ങനെ അലസമായി അവരങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരതിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാതെ, അതിൽ പതറാതെ അവർ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്ന് ഈ രക്സ്രാവ് വീടിയുടെ സ്ത്രീയിലും അതുപോലെ ജൈറോസ് അധികാരിയിലും കാണുന്നത്. അങ്ങനെ എവിടെയാണോ അവർക്കപ്പോൾ വീഴ്ചയുണ്ടായത്, എവിടെയാണോ അവർ നിരാശപ്പെട്ടത്, അവിടെ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു തിരിച്ചുവരവ് ഈ രണ്ടു പേർക്കും സാധ്യമായിട്ട് മാറി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ തളരാതെ, പതറാതെ നമുക്ക് ഇനിയുള്ള കാലം ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അതിന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.